ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ നോക്കിയാലോ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറും ചപ്പാത്തിയും ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ അതിൻ്റെ കൂടെ കറി ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കിയാട്ടെ, നമുക്ക് കറികളൊന്നും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് വീട്ടിട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 1 കിലോ ചിക്കൻ എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ അളവ് കൂടുന്നതോറും ഇതിലേക്ക് ഇടുന്ന സാധനങ്ങളുടെ അളവ് നിങ്ങൾ കൂട്ടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോർ വരും പത്തിരിപ്പൊടിയാലും മതി കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂണോളം കസ്തൂരി മേത്തിയും 1 ടേബിൾ സ്പൂണോളം നമുക്ക് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്ത ചിക്കൻ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റോളം അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചെടുക്കാം. ഇനി ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞവും ഉള്ളു വേവാത്ത ചിക്കനും ആയിപ്പോയി കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന ഒരു സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് ചിക്കനെ മാറ്റി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി, ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മല്ലിയില, ഒരു 1/4 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള അതേ എണ്ണയിൽ തന്നെ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ഇത് കുക്കായിട്ട് വരും. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ക്രഷ് ചെയ്തിട്ടുള്ള റെഡ് ചില്ലി ഉണ്ടല്ലോ അതങ്ങിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് ഇതിങ്ങനെ വയറ്റ് ഇത് അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇനി ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോഴത്തേക്ക് നമ്മൾ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും ദോശൻ്റെ കൂടിയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി ഇത് മാത്രം മതി. ഇതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.